നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും പരീക്ഷാ വിജയത്തിന് ആശംസകൾ നേരുന്നു. ICSE 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾ മലയാളം പരീക്ഷയെ എങ്ങനെ അഭിമുഖീകരിക്കാമെന്നതാണ് ദിവ്യാസ് ലേണിംഗ് അക്കാഡമിയുടെ ഒരു വിഭാഗം ക്ലാസ്സുകളുടെ ഉദ്ദേശ്യം. അപ്പോൾ കവിതകൾ പലപ്പോഴും പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രായോഗിക ബുദ്ധിമുട്ട്, ക്ലാസ്സിന് കുറച്ച് നീളം കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ നീളം കൂടുന്നത് കൊണ്ടുള്ള ഗുണം, ആശയങ്ങളെല്ലാം വ്യക്തമാകും. പദ്യം നമ്മൾ ആലപിക്കുന്നത് കേട്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. അത് പൂർണ്ണമായി കേട്ടാൽ പിന്നെ നിങ്ങൾ നോട്ട് എടുത്തൊന്ന് വായിച്ച് മറിച്ച് നോക്കുക, നിങ്ങളുടെ ഭാഷയിൽ ഉത്തരം എഴുതുക. നോട്ട് കാണാതെ പഠിച്ച് എഴുതുന്ന ഒരു സമീപനമാണ് നമുക്കുള്ളത്. പക്ഷേ അങ്ങനെ എഴുതുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായ സാഹിത്യ ഭംഗിയോട് ചേർത്ത് എഴുതുക. അപ്പോൾ അക്ഷരത്തെറ്റുകൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അക്ഷരത്തെറ്റുകൾ വരാതിരിക്കാൻ വേറെ കുറുക്കുവഴിയൊന്നുമില്ല, വായിക്കാൻ മാത്രമേ വഴിയുള്ളൂ. വായിക്കുകയും എഴുതുകയും നിരന്തരമായി ചെയ്താൽ അക്ഷരത്തെറ്റുകൾ അറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് വള്ളിയും പുള്ളിയും വിസർഗവും ഒക്കെ ഓരോ ഭാഷയുടെയും അല്ലെങ്കിൽ ഓരോ വാക്കുകളുടെയും ഓരോ വരികളുടെയും ആശയങ്ങളെ പൂർണ്ണമായി നമുക്ക് സമ്മാനിക്കാൻ ഉപകരിക്കുന്നതാണ്. അതുകൊണ്ട് അത് വളരെ പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. മലയാള കാവ്യസാഹിത്യം ഒട്ടേറെ പ്രഗത്ഭരായിട്ടുള്ള കവികൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ആധുനികന്മാർ, ഉത്തരാധുനികന്മാർ, അതുപോലെ തന്നെ പ്രാചീന കവിത്രയങ്ങൾ, അതുപോലെ കണ്ണശന്മാർ, വെൺമണിക്കവികൾ, ഇങ്ങനെ ഒരുപാട് വിഭാഗം കവികൾ നമ്മുടെ നാട്ടിലുണ്ട്. ആധുനിക കവിതയിലെത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏതാണ്ട് രണ്ടിൻ്റെയും ഇടയിലൂടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെയും അർത്ഥതലങ്ങളെയും ഒരുപോലെ സ്പർശിച്ചു കൊണ്ടുപോയ ഒരു കവിയാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയങ്ങളായിട്ടുള്ള കവിതകൾ ഒരുപാടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം, ഒട്ടേറെ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് എന്ന് പറയുന്ന കവി എഴുതിയ ഈ കവിതയുടെ ആശയം തന്നെ കവിക്ക് കവിതയോടുള്ള ഇഷ്ടമാണ്. ചങ്ങമ്പുഴയുടെ കവിതയിൽ കണ്ട അതേ ഭാവം തന്നെ വെണ്ണിക്കുളത്തിൻ്റെ കവിതയിൽ വരുമ്പോൾ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. അവനവൻ്റെ ഭാഷ, അവനവൻ്റെ സാഹിത്യം, അവനവൻ്റെ ജീവിതം, ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇവിടെ തൻ്റെ ഭാഷയെ വാനോളം പുകഴ്ത്തുകയും ഭാഷയെ വാനോളം സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ മലയാളികളിൽ. ഇപ്പോൾ തമിഴ്നാട്ടുകാർ എങ്ങനെയാണ് അവരുടെ ഭാഷയെ പറയുക? ഞാൻ തമിഴനെന്ന് പറയുക. നമ്മൾ മലയാളികൾ മലയാളം എന്ന് പറയുന്നതേ നമുക്കൊരു നാണം പോലെയാണ്. മനസ്സിലായില്ലേ? ഇംഗ്ലീഷ് വന്ന് നമ്മുടെ തലയിൽ ഇങ്ങനെ കയറിയിരിക്കുകയാണ്. ഏറ്റവും വലിയ അക്ഷരങ്ങളുള്ള ഭാഷയാണ് മലയാളം. ഇംഗ്ലീഷിന് എത്രയുണ്ട്? 26 അക്ഷരമേ ഉള്ളൂ. നമുക്ക് 56 അക്ഷരമുണ്ട്. 30 അക്ഷരം കൂടുതലുണ്ട് നമുക്ക്. അപ്പോൾ നമ്മുടെ ഭാഷ, നമ്മുടെ നാക്കുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. വായ തുറന്ന് വളച്ചു കുത്തി നമുക്ക് എന്ത് വാക്കുകളും ഏത് രാജ്യത്ത് പോയാലും ഏത് ഭാഷയിലും നമുക്ക് അനായാസം പ്രാവീണ്യം നേടാൻ പറ്റും. അതാണ് മലയാളികളുടെ ഏറ്റവും വലിയ ഗുണം. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഭാഷ ശക്തിമത്തായൊരു ഭാഷയാണ്. ദ്രാവിഡ ഭാഷകളിൽ അഗ്രിമസ്ഥാനത്തുള്ള ഭാഷയുമാണ്. അപ്പോൾ ആ ഭാഷയെപ്പറ്റിയുള്ള കവിയുടെ ഒരു ഇഷ്ടമാണ് നമ്മൾ ഇവിടെ ഈ കവിതയിലൂടെ തിരിച്ചറിയുന്നു. ഇത് പൂർണ്ണമായും ഈ വീഡിയോ നിങ്ങൾ കാണുക. അപ്പോൾ നോട്ട് ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് പിന്നെ പരീക്ഷ എഴുതാനായിട്ട് വളരെ നിസ്സാരമായിട്ട് പറ്റും. ശ്രദ്ധയോടുകൂടി ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. കവിതയുടെ പേര് നിങ്ങൾക്കറിയാം, മാണിക്യവീണ. വന്ദനം വന്ദനം പാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷയെ വന്ദിക്കുകയാണ്. ദ്രാവിഡ പുത്രിയായിട്ട് വളർന്ന അല്ലയോ എൻ്റെ ഭാഷയെ. വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷയെ. അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട ഭാഷയെ, ഞാൻ നിന്നെ വന്ദിക്കുന്നു. ചന്ദനാമോദം, ചന്ദനത്തിന് സുഗന്ധമുണ്ട്, സന്തോഷവും തരുന്നതാണത്. എനിക്ക് ആ സുഗന്ധവും സന്തോഷവും തരുന്ന എൻ്റെ ഭാഷയെ ഞാൻ വന്ദിക്കുന്നു. ജീവന് നൂതനോന്മേഷം പകർന്നിടും
ദേവഭാഷാമൃതം ചേർന്ന ഭാഷേ. ജീവന് പുതിയ വെളിച്ചം, മോക്ഷം, ഉന്മേഷം ഒക്കെ തരുന്ന എൻ്റെ ഭാഷയെ ഞാൻ ആദരിക്കുന്നു. നിൻമുനപ്പാലിൻ്റെ വീര്യമുൾക്കൊണ്ടെൻ്റെ കൊണ്ടതൻ ജന്മജന്മാന്തര പുണ്യമല്ലോ. ഞാൻ മലയാളത്തിൽ ജനിച്ചതും മലയാള ഭാഷ സംസാരിക്കാനിടയായതും മലയാള കവിതയിൽ ആകൃഷ്ടനായതും മലയാളത്തിൽ കവിയായതുമൊക്കെ എൻ്റെ ഭാഗ്യമായിട്ട്, എൻ്റെ പുണ്യമായിട്ട് അല്ലയോ മാതൃഭാഷയെ ഞാൻ നിന്നെ കാണുകയാണ്. വശ്യമാം ശൈലിയിൽ നിന്നെ ജയിപ്പൊരു വിശ്വമനോഹര ഭാഷയുണ്ടോ. അവരവരുടെ മാതൃത്വം അവരവർക്ക് എത്ര മഹത്തരമാണെന്ന് കവി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിന്നെ ജയിക്കുവാൻ പിന്നെ ഏതെങ്കിലും വിശ്വമനോഹര ഭാഷയുണ്ടോ, കവി ചോദിക്കുകയാണ്. താളമിട്ടാടുന്നു തെങ്കടൽ കല്ലോല പാളി നിൻ ഗാനങ്ങൾ കെട്ടിടുമ്പോൾ. താളമിട്ടാടുന്നു തെങ്കടൽ കല്ലോല പാളി നിൻ ഗാനങ്ങൾ കേട്ടിടുമ്പോൾ. താനമായിത്തീരുന്നു നാളികേരദ്രുമ താലപത്രാന്തര മർമ്മരങ്ങൾ. നാളികേരദ്രുമത്തിൻ്റെ താളപത്രങ്ങൾ, പത്രമിലയാണല്ലോ, ഇലകൾ കൂട്ടിയിടിച്ച് നിൻ്റെ പാട്ടിനെ, നിൻ്റെ സൗന്ദര്യത്തെ, നിന്നിലൂടെ ഒഴുകിയെത്തുന്ന ഗാനാമൃതത്തെ ആസ്വദിക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും എന്ന് കവി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആനന്ദരാഗങ്ങൾ മൂളുന്നു നീളുന്ന കാനനപ്പുൽക്കുളിർ ചോലയെല്ലാം. ആനന്ദരാഗങ്ങൾ മൂളുന്നു ഭാഷേ. എന്തിനാ, ആരാ? കാനനപ്പുൽക്കുളിർ ചോലയെല്ലാം. പാട്ടുപാടി നിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് കാനന ചോലകളിങ്ങനെ ഒഴുകിപ്പോകുന്നത് എത്ര ആസ്വാദ്യകരമാണ്, എത്ര ഹൃദയാവർജകമാണ്, എത്ര സന്തോഷകരമാണ്, എത്ര രസാവഹമാണ്. കവിയുടെ ഹൃദയത്തിലുണ്ടാക്കിയ ആനന്ദം, ആ പരമാനന്ദം അദ്ദേഹം വാക്കുകൾ, വർണ്ണനാതീതമായ വാക്കുകൾ കൊണ്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരച്ചു വയ്ക്കുകയാണ്. ത്വൽക്കർമ്മ മണ്ഡലം വിസ്തൃതമല്ലൊരു കൈക്കുടവട്ടമാണായിരിക്കാം. നീ ഒരു കൊച്ചു സ്ഥലത്ത് കൈക്കുടവട്ടത്തിൽ സംസാരിക്കപ്പെടുന്നൊരു ഭാഷയാണ്, സമ്മതിക്കുന്നു. മലയാളം അറിയാലോ, കേരളം ഒരു ചെറിയ സ്ഥലമാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യത്തെ, ലോകമെന്ന് പറയുന്ന ഒരു വലിയ സാമ്രാജ്യത്തിൽ ഒരു കുഞ്ഞു സ്ഥലമാണ് കേരളം. പക്ഷേ അതിൻ്റെ സൗന്ദര്യം എന്നെ വല്ലാതെ ഭ്രമിപ്പിക്കുന്നു എന്ന് കവി ആത്മാലാപം ചെയ്യുന്നത് നമുക്കിവിടെ കേൾക്കാൻ പറ്റും. എങ്കിലും നിൻ കീർത്തി എത്താത്തതെങ്ങുവാൻ ശങ്കരദേശിക ദേശഭാഷേ. എന്നിട്ടും നിൻ്റെ കീർത്തി, മലയാളത്തിൻ്റെ കീർത്തി, മലയാളികളുടെ പ്രഭവം കൊണ്ടും മലയാളികളുടെ സന്നിവേശം കൊണ്ടും പ്രവാസം കൊണ്ടുമൊക്കെ നിൻ്റെ കീർത്തി എത്താത്ത നാട് എവിടെയാണുള്ളത്? മലയാള ഭാഷയുടെ കീർത്തി എത്താത്ത നാട് ഒരു നാടാണോ എന്ന് തോന്നിപ്പിക്കും വിധം ഈ ഗോളാന്തരത്തിൻ്റെ ഏതൊരു മേഖലയിലും നീ എൻ്റെ മനോഹരമായ ഭാഷ എത്തിയിരിക്കുന്നു എന്ന് കവി അഭിമാനിക്കുകയാണ്. ചിത്രവർണ്ണോജ്വലേ നിൻ പുഷ്പവാടിയിൽ എത്ര വസന്തങ്ങൾ വന്നതില്ല. അല്ലയോ, നിൻ്റെ പുഷ്പവാടിയിൽ എത്രയോ മനോഹരമായ സാഹിത്യ കുസുമങ്ങൾ, എത്രയോ മനോഹരമായ ആസ്വാദ്യകരമായ സാഹിത്യ സല്ലാപങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. കൃത്തിലൊതുങ്ങാത്തൊരാവേശമാർന്നുകൊണ്ട് എത്ര കുയിലുകൾ കൂകിയില്ല. നിന്നെപ്പറ്റി, നിൻ്റെ അക്ഷരങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് എത്ര കുയിലുകളാണ്, എത്ര വാനമ്പാടികളാണ്, എത്ര കവികളാണ്, എത്ര സാഹിത്യകാരന്മാരാണ്, എത്ര പ്രഗത്ഭന്മാരാണ് ഈ മണ്ണിനെ ധന്യമാക്കിയത് എന്ന് നീ മറന്നു പോകരുത് എന്ന് കവി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുമാത്രമാണോ? മട്ടോലും പൂക്കളെ ചുറ്റിപ്പറന്നെത്ത മത്തഭൃദംഗങ്ങൾ മുരണ്ടതില്ല. മട്ടോലും പൂക്കളെ ചുറ്റിപ്പറന്നെത്ര മത്തഭൃംഗങ്ങൾ മുരണ്ടതില്ല.
മധുമാസ വിഭൂതികളൊക്കെയും രമ്യത ചേർന്നതിൽ എത്ര നിന്നിൽ ആവർത്തിച്ചിടട്ടെ പിന്നെയും പിന്നെയും 1000 വട്ടമീ ശ്രീവികാസം. കുയിലുകൾ, വണ്ടുകൾ, ആ മധുമാസ വിഭൂതികളൊക്കെയും രമ്യത ചേർന്നത് നീ കാണുന്നില്ലേ? എങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് സന്തോഷമുണ്ടാക്കുന്നു. മാനവഹൃദയങ്ങളിൽ നീയാകുന്ന ശക്തി ഇങ്ങനെ പടർന്ന് ഒരു ആവേശമായി, ഒരു സ്വപ്നമായി ഇങ്ങനെ ലയിക്കുന്നതല്ലയോ മലയാള ഭാഷയെ നീ മനസ്സിലാക്കുന്നില്ലേ? ആവർത്തിച്ചിടട്ടെ പിന്നെയും പിന്നെയും 1000 വട്ടമീ ശ്രീവികാസം. ഐശ്വര്യത്തിൻ്റെ ഈ വികാസം എനിക്കിങ്ങനെ വർണ്ണിക്കാതിരിക്കാനാവുന്നില്ല. കാരണം ഞാൻ അറിയാതെ അതിൻ്റെ ഒരു ആരാധകനായി മാറിപ്പോകുന്നത് അവിസ്മരണീയവും സവിസ്മയവുമായ ഒരു കാഴ്ചയാണ്. കാണുന്നു കല്യാണ നിക്ഷേപമെന്ന പോൽ കാമസുരഭി പോൽ നിന്നെ ഞങ്ങൾ കാണുന്നു കല്യാണ നിക്ഷേപമെന്ന പോൽ. അനന്തകരമായ ഒരു സമ്പാദ്യം എന്നതുപോലെയാണ് കല്യാണം. സന്തോഷം എന്നാണ് എൻ്റെ അർത്ഥം കേട്ടോ. കല്യാണം സന്തോഷം കഴിക്കുക അല്ലേ? അപ്പോൾ കല്യാണ നിക്ഷേപം പോലെ കാമസുരഭി പോൽ നിന്നെ ഞങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ സുഗന്ധം പോലെയാണ്. കാമം ആഗ്രഹമാണല്ലോ. സുരഭി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗന്ധം. ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ ആ ഒരു ഗന്ധം, സൗരഭ്യം പോലെ ഞങ്ങൾ നിന്നെ ആസ്വാദനക്ഷമതയോടെ കാത്തിരിക്കുന്നു എന്ന് കവി പറയുന്നു. പിന്നെന്താ? നിന്നെ ഭജിക്കുന്ന ഭാവന ധന്യനാം, നിന്നെ പുകഴ്ത്തുന്ന നാവുവന്ദ്യം. നിന്നെ ഭജിക്കുന്ന ഭാവന ധന്യമാണ്. അതുപോലെ നിന്നെ പുകഴ്ത്തുന്ന നാവ് വന്ദിക്കപ്പെടേണ്ടതാണ്. ആരാണോ ഭാഷയെ അല്ലെങ്കിൽ അവനവൻ്റെ മാതൃഭാഷയെ നിരന്തരമായി വന്ദിക്കുകയും വർണ്ണിക്കുകയും ചെയ്യുന്നത്, ആ വ്യക്തി എപ്പോഴും വാഴ്ത്തപ്പെടേണ്ടവനാണ് എന്ന് വെണ്ണിക്കുളം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പിന്നെയോ, കേരളത്തൂമൊഴി എന്നു കേട്ടാൽ മതി കോരിത്തരിപ്പിൻ്റെ കൊയ്ത്തുകാലം. വർണ്ണിച്ചിട്ടും തൻ്റെ മാതൃഭാഷയോടുള്ള പ്രണയം കവിയുടെ ഹൃദയത്തിൽ നിന്ന് മാറാതെ ഇങ്ങനെ പിന്തുടരുകയാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, കേരളത്തൂമൊഴി എന്നു കേട്ടാൽ മതി കോരിത്തരിപ്പിൻ്റെ കൊയ്ത്തുകാലം. അത് കോരിത്തരിപ്പിൻ്റെ ഒരു കൊയ്ത്തുകാലമാണത്രേ. ഓജസ്സിൽ കാതലേ നിന്നയോർക്കുമ്പോഴേ ഓരോ ഹൃദയവും ഓടിയോടം. ജലപാളികളിലൂടെ തെന്നി ആവേശോജ്വലമായി ഓടിപ്പോകുന്ന ഒരു ഓടിവള്ളം പോലെയാണ് ഓരോ ഹൃദയവും. അല്ലയോ മനോഹരിയായ ഭാഷയെ നിന്നെപ്പറ്റി ഓർക്കുമ്പോൾ, നിന്നെപ്പറ്റി കാണുമ്പോൾ എന്ന് കവി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാണിക്ക വച്ചിടാം സർവവും ശോഭനേ മാണിക്യ വീണ നീ മീട്ടിയാലും. എൻ്റെ കൈവശമുള്ളത് എന്താണോ കാണിക്ക വച്ചിടാം. ഞാൻ നിനക്ക് എന്തു വേണമെങ്കിലും കാണിക്ക വയ്ക്കാം. അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട കവിതേ, എന്താണ്? സർവവും ശോഭനേ, ഭംഗിയുള്ളവളെ ഞാൻ കാണിക്ക വയ്ക്കാം. എന്ത്? മാണിക്യ വീണ നീ മീട്ടിയാലും. നീ മാണിക്യ വീണ മീട്ടിക്കോളൂ. നിൻ്റെ ഭാഷാ സുഗന്ധം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും സ്വരവിഭജികയായി പടർന്ന് പന്തലിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് കവിത അവസാനിക്കുമ്പോൾ വെണ്ണിക്കുളം എന്ന കവിയോടൊപ്പം മലയാളികളായ നമ്മൾ ഓരോരുത്തരും ഈ ഭാഷയുടെ ആരാധകരും സ്നേഹിതരും ഇഷ്ടക്കാരുമായി മാറുന്നു എന്ന അത്യത്ഭുതമായൊരു പ്രതിഭാസം ഈ പാഠം നമുക്ക് സമ്മാനിക്കുന്നു. വിദ്യാർത്ഥികളായ നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹോഷ്മളമായ വിജയാശംസകൾ നേർന്നുകൊണ്ടും ദിവ്യാസ് ലേണിംഗ് അക്കാഡമിയുടെ ഈ വർഷത്തെ ക്ലാസ്സിൽ വെണ്ണിക്കുളത്തിൻ്റെ കവിത കൂടി സമർപ്പിക്കുന്നു.